ഈ ഇവിടെയുള്ളവർ കൂടി കാണില്ല ഈ ദേശീയത, ദേശീയ ബോധം, ദേശത്തെ ചൊല്ലിയുള്ള അഭിമാനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇവിടുത്തെ നവലിബറലുകൾക്ക് കുറേ നാൾ മുമ്പ് പുച്ഛമായിരുന്നു. കാരണം നമ്മളിത് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഈ ലോകം മുഴുവൻ ഒരു കൊച്ചു ഗ്രാമമായി കഴിഞ്ഞു. ഗ്ലോബലൈസേഷൻ്റെ നാട്ടിൽ എന്ത് ഭാരതം, എന്ത് ഇംഗ്ലണ്ട്, ഇതെല്ലാം ഒന്നല്ലേ? അപ്പം ദേശീയവാദം തന്നെ എന്തോ ഒരു മോശം സംഗതി എന്ന് പറഞ്ഞവർക്കുള്ള മറുപടി കൂടിയല്ലേ ഈ കാണുന്നതും അവിടെ ഉരുത്തിരിയുന്നതും? തീർച്ചയായിട്ടും അവർ ചെയ്തു വെച്ച ഭോഷ്ക്ക് ഈ നവലിബറൽ ഇടത് സോക്കോൾഡ് ഇൻ്റലക്ച്വൽസ് കാലങ്ങളായി പറഞ്ഞു പോന്നിരുന്ന ഒരു മിഥ്യാ വാക്കാണ് ദേശീയത അപകടമാണ് എന്നുള്ള വാക്ക്. ദേശീയത ഒരു പക്ഷേ ജർമ്മനിക്ക് അപകടമാവാം, ഫ്രാൻസിന് അപകടമാവാം. പക്ഷേ ഭാരതത്തിൽ ദേശീയ വികാരം, ദേശീയ വിചാരം എന്നത് അത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരു ദേശീയതയാണ്, ഒരു സംസ്കാരമാണ്. കൃണ്വന്തോ വിശ്വമാര്യം, ലോകത്തെ മുഴുവൻ ശ്രേഷ്ഠമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പിറന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടേത്. അതുകൊണ്ടാണ് ഇവിടെ വസുധൈവ കുടുംബകം. നമുക്ക് ലോകം ഒരു ചന്തയല്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന ആൾക്കാർ ഒരു ആഗോള മാർക്കറ്റിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പറയുന്ന ഒരു ആഗോള ഫാമിലിയെക്കുറിച്ചാണ്. ഒരു കുടുംബമായിട്ട് ലോകം മാറണമെന്നാണ്. ചെറുതായിക്കൊള്ളട്ടെ, പക്ഷേ അതൊരു കിളിക്കൂട് പോലെ ചെറുതാകണമെന്നാണ്. വിശ്വമേകം ഭവത്യേക നീടം, നീടം എന്ന് പറഞ്ഞാൽ കിളിക്കൂട്. ഒരു കിളിക്കൂടായിട്ട് എന്ന് വെച്ചാൽ അത്രയ്ക്ക് സ്നേഹവും പരസ്പര ബന്ധവും ഒക്കെയുള്ള ഒരു ഇഴയടുപ്പമുള്ള, ഹൃദയബന്ധമുള്ള, വൈകാരികതയ്ക്ക് എപ്പോഴും സ്ഥാനമുള്ള ഒരു സ്ഥാനമായി ഇത് മാറണമെന്നുള്ള വിചാരം മുന്നിൽ വയ്ക്കുന്ന ദേശീയതയാണ്, ദേശീയ സംസ്കാരമാണ് നമ്മുടേത്. ഇത് തീർച്ചയായിട്ടും ഉയർത്തിപ്പിടിക്കേണ്ടതാണ്, അതിനെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച ഈ ഇടത് വിശ്വാസ പ്രമാണം, കാരണം അവർക്ക് ലോകത്തിൽ ഒരു നിയമമാണ്, അല്ലെങ്കിൽ മാർക്സ് എഴുതി വെച്ചതാണ്, ലെനിൻ വ്യാഖ്യാനിച്ചതാണ്, സ്റ്റാലിൻ വ്യാഖ്യാനിച്ചതാണ് ദേശീയതയെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങൾ. അവരുടെ, എനിക്കറിയില്ല, ഒരുപക്ഷെ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അത് ശരിയായിരിക്കാം, രാഷ്ട്രം എന്ന കൺസെപ്റ്റ് ശരിയല്ലായിരിക്കാം. പക്ഷെ അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ആവിഷ്കരിക്കാൻ കഴിയുന്നതോ പിൻപറ്റാവുന്നതോ ആയ ആശയമല്ല. ഇപ്പോൾ 1925 ജോസഫ് സ്റ്റാലിൻ ഒരു ലേഖനം എഴുതിയിരുന്നു ഭാരതത്തെക്കുറിച്ചാണ്. ഭാരതം ഒന്നാണെന്നും ഒരു രാഷ്ട്രമാണെന്നും ഒക്കെയുള്ള ഒരു വിചാരം ശക്തിപ്പെട്ടിരിക്കുന്നൊരു കാലത്താണ് നാം ജീവിക്കുന്നതെങ്കിലും നാളെ വിപ്ലവ പ്രസ്ഥാനങ്ങൾ ശക്തി ആർജിക്കുമ്പോൾ ഇത് പല ഭാഷയുടെ പേരിൽ, പല സംസ്ഥാനങ്ങളുടെ പേരിൽ, പല ജാതിയുടെ പേരിൽ ഛിന്ന ഭിന്നമാവുക തന്നെ ചെയ്യും. ഇപ്പോൾ വിപ്ലവ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടുന്നതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ ഭാരതത്തെ ഛിന്ന ഭിന്നമാക്കാനാണ്. ഇതായിരുന്നു അവരുടെ ആശയഗതി. EMSൻ്റെ എത്രയോ പുസ്തകങ്ങളിൽ കാണാം. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പറയുമ്പോൾ കേരളത്തോടുള്ള അതിസ്നേഹം കൊണ്ട് പറഞ്ഞതല്ല. തെലുങ്കാന അല്ലെങ്കിൽ ആന്ധ്ര തെലുങ്ക് സംസാരിക്കുന്നവരുടെ രാഷ്ട്രം, അല്ലെങ്കിൽ കന്നഡ സംസാരിക്കുന്നവരുടെ രാഷ്ട്രം, ഇവയ്ക്ക് ഓരോന്നിനും സെൽഫ് ഡിറ്റർമിനിങ് പവർ, സ്വയം നിർണയ അവകാശമുണ്ടെന്നും വാദിക്കുന്ന ഇടത് സിദ്ധാന്തം അതെപ്പോഴും ദേശീയതയ്ക്ക് എതിരായിരുന്നു. അതാണ് ഭാരതത്തെ പിന്നോട്ട് വലിക്കാൻ വേണ്ടി കാരണമായിട്ടുള്ളത്. ഇന്ന് അവരും തുറന്ന് സമ്മതിക്കാൻ ചിലപ്പോൾ വിഷമായിരിക്കാം, പക്ഷെ പതുക്കെ സമ്മതിച്ചു തുടങ്ങുകയാണോ എന്ന് തോന്നുന്ന പലതും കാണുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നലെ ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ കൊടുത്തത് അനന്തപത്മനാഭസ്വാമികളുടെ അനന്തശായിയായിട്ടുള്ള വിഷ്ണുവിൻ്റെ രൂപമാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ചില കുത്തകപത്രങ്ങൾ ഈ പടം കൊടുത്തിട്ട് പോലും അതിൻ്റെ അടിയിൽ ഞാൻ നോക്കിയെടുത്തോളം ജന്മഭൂമി പത്രം ഒഴികെ ഒരു പത്രവും എന്താ കൊടുത്തതെന്ന് എഴുതിയിട്ടില്ല. എന്തോ കൊടുക്കുന്നുണ്ട്, ഇരിക്കട്ടെ. അപ്പോൾ പതുക്കെ അതിലേക്ക് വരുന്നുണ്ടോ എന്ന് ഒരു സംശയം. അതൊരു നല്ല കാര്യമാണ്, വരിക തന്നെ വേണം, എങ്കിലേ നമുക്ക് നിലനിൽപ്പുണ്ടാവുള്ളൂ. ഭാരതീയത ഇല്ലാത്ത കേരളം വലിയ അപകടമാണ്. കേരളമില്ലാത്ത ഭാരതം അപൂർണവുമാണ്. ഈ ഒരു ഭാവനയിലേക്ക് ജനങ്ങൾ ഉയരണം. അതിനെല്ലാവിധം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തങ്ങളുടെ ഈ നിറം പിടിപ്പിച്ച മിഥ്യാവിചാരങ്ങളെ മാറ്റിവെച്ചിട്ട് രാഷ്ട്രീയ വിചാരത്തിലേക്ക്, ദേശീയ വിചാരത്തിലേക്ക് വരണം.